നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 2 രാത്രികൾ മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ രംഗം ഇളകി മറിയുകയാണ്. പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും ഒക്കെ തുടർച്ചയായിട്ട് പലവിധ നിഗമനങ്ങൾ, പ്രവചനങ്ങൾ, സാധ്യതകൾ ഒക്കെയാണ് മാധ്യമങ്ങൾ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും അവസാനം വന്ന ഒരു പ്രതികരണത്തിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത്. PV ശ്രീനജൻ, CPMൻ്റെ LDFൻ്റെ MLA ആണ് കുന്നത്തുനാട്ടിലെ. ശ്രീനജൻ പലവിധ വിവാദങ്ങളിലും സംഘർഷങ്ങളിലും മാധ്യമ ചർച്ചകളിലുമൊക്കെ സജീവമായി കഥാപാത്രമായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട്. കുന്നത്തുനാട് നമുക്കറിയുന്നത് പോലെ 2020യുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. 2020 NDA സഖ്യത്തിലേക്ക് പോയ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ ത്രികോണ മത്സരം അവിടെയുണ്ട്. ഈ ത്രികോണ മത്സരത്തിൻ്റെ തുടർച്ചയായിട്ട് NDAയിലേക്ക് പോയ 2020യിൽ നിന്ന് കുറേ വോട്ടുകൾ UDFിലേക്ക് വരും, സ്പ്ലിറ്റ് ഉണ്ടാകും. അങ്ങനെ ഈ എതിർത്ത വോട്ടുകളും അനുകൂല വോട്ടുകളും കിട്ടുന്ന ഘട്ടങ്ങളിൽ ത്രികോണ മത്സരം ഉണ്ടാവുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യത്തെ നേരിടേണ്ടി വരികയും ചെയ്തു. ഈ അവസ്ഥയിൽ CPMൻ്റെ കണക്ക് പ്രകാരം താൻ തോൽക്കാനുള്ള സാധ്യതയാണ് എന്നും പക്ഷേ ജയിക്കും എന്നുമുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇന്നത്തെ ഒരു ശ്രദ്ധേയമായ കാര്യം. എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. CPMൻ്റെ കണക്കിനെക്കുറിച്ച് പലവിധ മാധ്യമ വാർത്തകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഭരണം കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ലഭിക്കും എന്നുള്ളതാണ് CPMൻ്റെ കണക്ക്. അത് പലവിധ എണ്ണത്തിലൂടെയാണ് മാധ്യമങ്ങളിൽ വാർത്തയായി വന്നത്. എന്നാൽ PV ശ്രീനജൻ്റെ ഈ പ്രസ്താവനയുടെ തുടർച്ചയായിട്ട് നമുക്ക് എന്താണ് CPMൻ്റെ കണക്ക് എന്ന് ആദ്യം നോക്കാം. അതുപ്രകാരം ഏറ്റവും ഒടുവിൽ CPMൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സിറ്റ് പോളുകൾ പലതും തയ്യാറാക്കിയത് എന്നത് വരെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനു മുമ്പ് എന്താണ് CPMൻ്റെ കണക്ക് എന്ന് നോക്കാം. CPMൻ്റെ കണക്ക് പ്രകാരം 66 സീറ്റ് ആണത്രേ CPM പ്രാഥമികമായി ഉറപ്പിക്കുന്നത്. രണ്ടാമത്തേത് 30 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം എന്നാണ് അവരുടെ കണക്ക്. അതായത് 66 സീറ്റ് ഉറപ്പായും കിട്ടും, 30 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുകയും ചെയ്യും. ഈ കടുത്ത മത്സരം നടക്കുന്ന 30 മണ്ഡലങ്ങളിൽ 17 എണ്ണം വരെ LDF ജയിക്കും. അങ്ങനെയാണ് 83 വരെ സീറ്റ് LDF കണക്ക് കൂട്ടുന്നത്. സീറ്റുകൾ അങ്ങനെ 83 സീറ്റാകുമ്പോൾ ഭരണം കിട്ടും എന്നാണ് CPMൻ്റെ കണക്ക് പ്രകാരം പറയുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 66 സീറ്റിൻ്റെ കണക്ക് വെച്ചിട്ടാണ് പല തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകളിലും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നുള്ള വെളിപ്പെടുത്തലും ഈ സാഹചര്യത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചുകൊണ്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ തുടർച്ചയായിട്ട് വ്യാപകമായി UDFന് മേൽക്കൈ കിട്ടുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. പിന്നീട് ഓരോന്നിലും ചേഞ്ചുകൾ വരുന്നു, കൂടുതൽ എക്സിറ്റ് പോളുകളിൽ വിശകലനങ്ങൾ വരുന്നു. ഇന്നലെയും മിനിയാന്നും വന്ന പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളിൽ LDFൻ്റെ സാധ്യതകൾ കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂടി പുറത്ത് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം തിങ്കളാഴ്ച വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സർവേയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, മറ്റൊരു വിവാദം ആരുടെ എത്രയാണ് നമ്മുടെ മുമ്പിൽ സർവേക്കാർ മുന്നോട്ട് വെക്കുന്ന എണ്ണം എന്നുള്ളതാണ്. അത് 45,000 വരെ, 3500 മുതൽ 45,000 വരെ അവകാശപ്പെടുന്ന സർവേ ഏജൻസികളുണ്ട്. നമ്മൾ മുമ്പിൽ ബംഗാളിലെ സർവേ പുറത്തുവിടാത്തൊരു സർവേ ഏജൻസിയുടെ വെളിപ്പെടുത്തലും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പൊതുജനം വോട്ട് ചെയ്തതിന് ശേഷം ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള അടക്കം. എന്നാൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് സർവേ ഏജൻസികൾ ആളുകളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്ന്. ഈ സർവേ എക്സിറ്റ് പോൾ പ്രത്യേകിച്ചും സർവേ കൂടാതെ സർവേ ആ മട്ടിൽ പോകും, എക്സിറ്റ് പോൾ മറ്റൊരു മട്ടിലും സർവേയുടെ സ്വഭാവത്തിൽ തന്നെ ആളുകളിലേക്ക് പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് എക്സിറ്റ് പോളുകളിലെ വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ള ചർച്ചകളും വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പ്രവചനം NS മാധവൻ്റേതാണ്. മിക്ക തെരഞ്ഞെടുപ്പുകളിലും പ്രവചനങ്ങൾ കൃത്യമായി തന്നെ നടത്തുന്ന ഒരാളാണ് NS മാധവൻ. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലന വൈദഗ്ധ്യം കൊണ്ട് ശരിയായി വരാറും ഉണ്ട് മിക്കവാറും. ഇപ്രാവശ്യം NS മാധവൻ്റെ പ്രവചനം CPMൻ്റെ നേതൃത്വത്തിൽ LDF അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ്. 75 സീറ്റ് വരെ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സിറ്റ് പോള് മറ്റ് നേരത്തെയുള്ള പ്രവചനങ്ങൾ ഒക്കെ വരുന്ന ഘട്ടത്തിൽ NS മാധവനെതിരെ വ്യാപകമായി CPM അനുകൂലമായ പ്രവചനം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ BJP, കോൺഗ്രസ് അനുഭാവികൾ വ്യാപകമായി വിദ്വേഷ പ്രചരണം അടക്കം നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം. എന്നാൽ NS മാധവൻ ഈ എക്സിറ്റ് പോളിൻ്റെ മേൽക്കൈയുടെ തുടർച്ചയായിട്ട് തനിക്കെതിരെ ഇടുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ചൊന്നും കാര്യമായി സംസാരിച്ച് നമ്മൾ കണ്ടില്ല. പക്ഷേ അദ്ദേഹം എക്സിറ്റ് പോളിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: എക്സിറ്റ് പോൾ അടക്കമുള്ള സാമ്പിൾ സർവേകൾ
എങ്ങനെയാണ് അവർ പ്രവചനത്തിനായി എവിടെ നിന്നാണ് ശേഖരിക്കുന്നത്, എവിടെയാണത് നടക്കുന്നത്? ഇന്ന് വരെ എന്നോടോ എനിക്ക് പരിചയമുള്ള ആളുകളോടോ അവർക്ക് പരിചയമുള്ള ആളുകളോടോ ചോദ്യാവലിയുമായി ആരും സമീപിച്ചതായി അറിവില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്നാണ് NS മാധവൻ ചോദിക്കുന്നത്. അതായത് ഇത് പ്രവചിക്കുന്നതിന് ഈ എണ്ണത്തിൻ്റെ ബാഹുല്യം വെച്ചുകൊണ്ട് ഇത്രയും ആളുകളിൽ നിന്ന് ശേഖരിച്ചു എന്ന് പറയുന്ന ഏജൻസികൾ ഇത്രയധികം ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ, ആ ആള് അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ, കണ്ട ആളെ കണ്ടിട്ടുണ്ടോ എന്നാണ് NS മാധവൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിൻ്റെ പ്രാഥമികമായുള്ള ഒരു ഘട്ടത്തെ തന്നെ ചോദ്യം ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത്. അതെന്തോ ആവട്ടെ, എക്സിറ്റ് പോളുകൾ ചിലരൊക്കെ വിശ്വാസയോഗ്യമായി പറയുന്നു എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്, തെറ്റുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പീനിയൻ പോളാണ്. ഈ NS മാധവനെ പോലുള്ള ആളുകൾ, വൈദഗ്ധ്യമുള്ള ആളുകൾ ഒപ്പീനിയൻ പോളുകൾ പറയാറുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിൽ മാതൃഭൂമി പത്രത്തിൽ വന്ന അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ഒപ്പീനിയൻ പോളുണ്ട്. അത് LDFന് ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി നോക്കുന്നത്. ആ ഒപ്പീനിയൻ പോളിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രസിദ്ധീകരിച്ച വാർത്ത തന്നെ നമുക്ക് നോക്കാം. LDF അധികാരത്തിൽ വരാനുള്ള സാധ്യത വിലയിരുത്തുന്ന ഒരു ഒപ്പീനിയൻ പോളാണ്. കേരളം ആര് ഭരിക്കും എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഘട്ടത്തിൽ ഭരണം തുടരും എന്ന് LDF ഉറപ്പിക്കുമ്പോൾ ഭരണമാറ്റം ഉറപ്പാണെന്ന് UDF കേന്ദ്രങ്ങളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പോളിംഗ് നിരക്കനുസരിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ ഭരണമാറ്റത്തിൻ്റെ സൂചനയായി ആണ് പലരും അടിസ്ഥാനപ്പെടുത്തുന്നത്. ഉയർന്ന പോളിംഗ് ആണെങ്കിലും സംസ്ഥാനത്തൊരു തരംഗം പ്രകടമല്ല എന്നാണ് ഇലക്ഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ MK ആനന്ദിൻ്റെ പ്രവചനം. 79.63% പോളിംഗോടെ സമീപകാലത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും വോട്ട് വിഹിതം അതേപടി സീറ്റുകളായി മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാറാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പോളിംഗിലെ വർധനവ് യാഥാർത്ഥ്യമാണ്. 2021 അപേക്ഷിച്ച് ഏകദേശം എല്ലാ സീറ്റുകളിലും വോട്ടിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിലെ ചെറിയ കുറവിന് ശേഷവും വോട്ടർമാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ട്. അതായത് വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു എങ്കിലും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു. ഇത് ശതമാനക്കണക്കിലുള്ള ഒരു സാങ്കേതികമായ വർധനവല്ല, മറിച്ച് യഥാർത്ഥ പങ്കാളിത്തത്തിലുണ്ടായ വർധനവാണ്. 2021 അപേക്ഷിച്ച് ഏകദേശം 10 ലക്ഷം വോട്ടുകൾ അധികമായി ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തി. വടക്കൻ കേരളം, പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് പങ്കാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ വർധനവ് കാണുന്നത്. മധ്യ കേരളത്തിൽ മിതമായ വർധനവ്, തെക്കൻ കേരളത്തിൽ താരതമ്യേന കുറഞ്ഞ വളർച്ച. ഈ വ്യത്യാസം നിർണായകമാണ്. ഇതൊരു ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ള തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ പ്രതിപക്ഷം ഘടനാപരമായി ശക്തമായ, പ്രത്യേകിച്ചും മധ്യ തെക്കൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ശക്തിയുള്ള പ്രദേശങ്ങളിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കാമായിരുന്നു. അങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ കാണുന്നില്ല എന്നാണ് MK ആനന്ദ് വിശകലനം ചെയ്യുന്നത്. പ്രസക്തമായൊരു വിശകലനമാണ്. അതായത് പോളിംഗ് ശതമാനത്തിലും ഈ വലിയ വർധനവ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ വോട്ടർമാരുടെ, വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ മലബാറിൽ കാര്യമായ വർധനയുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിൽ കുറവാണ്, മധ്യ കേരളത്തിൽ ശരാശരിയാണ് എന്നാണ്. മലബാറിലെ ഉയർന്ന പോളിംഗ് ന്യൂനപക്ഷങ്ങൾ UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടതിൻ്റെ തെളിവായിട്ടാണ് ചിലർ വിശദീകരിക്കുന്നത്. എന്നാൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ മാത്രമല്ല, മറ്റു മണ്ഡലങ്ങളിലും LDF അനുകൂല മണ്ഡലങ്ങളിലും പോളിംഗ് വർധനവ് ദൃശ്യമാണ്. മാത്രമല്ല, മണ്ഡലങ്ങളിൽ വ്യാപകമായൊരു ഏകീകരണം നടന്നാൽ മാത്രമേ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നും അത് സാധൂകരിക്കാൻ തക്ക തെളിവുകൾ പരിമിതമാണ് എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. മറ്റൊന്ന് പ്രധാനമായി പറയുന്നത് സ്ത്രീ വോട്ടർമാരാണ്. സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം സാമൂഹിക ക്ഷേമവുമായും പ്രാദേശിക തലത്തിലുള്ള ഭരണവുമായും ബന്ധപ്പെട്ടിരിക്കുന്നതായും ഇതൊരു ഏകീകൃത ഭരണവിരുദ്ധ വോട്ടായി പരിണമിക്കണം എന്നില്ലെന്നുമാണ് നിരീക്ഷണം. മുന്നണികൾക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതം സീറ്റുകളാക്കി മാറ്റാൻ എത്രത്തോളം കഴിയും എന്നത് പ്രധാനമാണ്. അത് LDFന് വ്യക്തമായ മുൻതൂക്കം നൽകുന്നുണ്ട് എന്നും വിലയിരുത്തുന്നു. അതായത് LDF 72-നും 78-നും ഇടയിൽ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. UDF 60 മുതൽ 66 വരെ സീറ്റുകൾ നേടിയേക്കാം. അതേസമയം മലബാറിൽ UDFന് അനുകൂലമായൊരു തരംഗമുണ്ടായാൽ ഈ സ്ഥിതി മാറും എന്നുമാണ് MK ആനന്ദ് വിലയിരുത്തുന്നത്. MK ആനന്ദ് പറയുന്ന 3 കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, വോട്ടിങ്ങിൽ ഉണ്ടായ വളർച്ചയാണ്. വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവചനം. അതിൽ ഉള്ള പരിമിതി മലബാറിൽ ആണ് ഏറ്റവും കൂടുതൽ അതുണ്ടായിട്ടുള്ളത്, തെക്കൻ കേരളത്തിൽ കുറവാണ്. തരംഗം എന്ന ലെവലിലേക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ UDFനെയോ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയെ ജയിപ്പിക്കണം എന്നുള്ള നിലയിലുള്ള മുന്നേറ്റമാണെങ്കിൽ അതിന് ആനുപാതികമായ നിലയിലുള്ള ജനവികാരം എന്ന നിലയിൽ എല്ലായിടത്തും അത് പ്രകടനമാകണമായിരുന്നു. പ്രത്യേകിച്ചും UDFന് അനുകൂലമായ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും
ഉള്ള മണ്ഡലങ്ങളിൽ അതിൻ്റെ തുടർച്ച കാണാമായിരുന്നു. അതുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ഒന്നാമതായി പറയുന്നത്. രണ്ടാമത് ഇതിനനുസരിച്ചിട്ടുള്ള സ്ത്രീ വോട്ടർമാരുടെ ഇടപെടലിൻ്റെ കാര്യത്തിലുള്ള വിലയിരുത്തൽ, ന്യൂനപക്ഷങ്ങളുടെ ഈ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ന്യൂനപക്ഷ വോട്ടർമാരുടെ വിലയിരുത്തൽ. അതിലൊരു പ്രശ്നമുള്ളത് മലബാറിൽ ഉള്ള വോട്ടിൻ്റെ വർധന ന്യൂനപക്ഷങ്ങളുടെ അനുകൂലമായി. ഇപ്പോൾ മലപ്പുറവും കാസർഗോഡൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലാണ്. അവരുടെ വോട്ടിംഗ് അത്തരത്തിൽ സംഭവിച്ചിരിക്കാൻ ഇടയുണ്ട് എന്നുള്ള വിലയിരുത്തൽ ശരിയാവും ഈ പേഴ്സൻറ്റേജ് നോക്കും. പക്ഷേ അപ്പോഴും എല്ലാ മേഖലയിലും ന്യൂനപക്ഷേതര മനുഷ്യരുള്ള മേഖലകളിലൊക്കെ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് MK ആനന്ദ് പറയുന്നത്. മൂന്നാമത്തേതായി സീറ്റിൻ്റെ കാര്യമാണ്. 72 മുതൽ 78 വരെയുള്ള സീറ്റുകൾക്കിടയിൽ നേടി ഭരണത്തിലെത്താം എന്നാണ്. UDF 60 മുതൽ 66 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നുമാണ് MK ആനന്ദിൻ്റെ വിലയിരുത്തൽ. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ഇനി റിസൾട്ട് വരാൻ അധികം സമയമില്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ കൂടുതൽ പ്രസക്തമാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏറ്റവും ഒടുവിലായി ഈ വീഡിയോയിൽ ഈ എക്സിറ്റ് പോളിൻ്റെ വരവ് കണ്ട് പടക്കം പൊട്ടിച്ച് രംഗത്തിറങ്ങിയ പലരും ഇപ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കാണുന്നു. ചിലർ പരക്കം പായുന്നത് കാണുന്നു. PV അൻവർ മുതൽ B അശോക് വരെ വെപ്രാളപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എക്സിറ്റ് പോൾ വന്ന ആദ്യ ദിവസങ്ങളിൽ B അശോക് IAS ഒക്കെ അദ്ദേഹം സർക്കാർ ജീവനക്കാരനാണ്, IAS കാരനാണ് എന്നതൊക്കെ മറന്നുകൊണ്ട് ചാനൽ ചർച്ചകളിലടക്കം ജയശങ്കറേയും ശ്രീജിത്ത് പണിക്കറേയും ഒക്കെ പോലെ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നതും കൃത്യമായ ഒരു അവസരത്തിലേക്ക് അദ്ദേഹം എടുത്തു ചാടാൻ തയ്യാറായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തന്നെ പിന്നീട് വരുന്ന വിശകലനങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു. ഉടൻ അദ്ദേഹം നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതായി നമുക്ക് കാണുന്നു. അദ്ദേഹം വെപ്രാളപ്പെടുന്നതായി കാണുന്നു. ചാനൽ ചർച്ചകൾ രോഷം കൊള്ളുന്നതായി ഒക്കെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ നിലവിലുണ്ട്. അടുത്ത സർക്കാർ അത് പിൻവലിച്ചോളും എന്നുള്ള പ്രതീക്ഷ വരെ പരസ്യമായി പങ്കുവെച്ച ആളാണ്. പക്ഷേ നമുക്കറിയാം N പ്രശാന്തിൻ്റെ സസ്പെൻഷന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. IAS കാരുടെ അവരുടെ കോഡ് ഓഫ് കോണ്ടക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക നിബന്ധനകൾ തെറ്റിച്ചുകൊണ്ടുള്ള സസ്പെൻഷൻ എങ്ങനെ ഏത് സർക്കാരിന് പിൻവലിക്കാൻ കഴിയും, എത്ര നാളത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയുള്ള പരിമിതി നിയമപരമായി തന്നെ നിലവിലുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്കറിയില്ല. എന്തായാലും ഈ സാഹചര്യം പ്രധാനമാണ്. PV അൻവർ ഇന്നലെ മുതൽ പരക്കം വായാണ്, മൊട്ടയടിക്കും, കമ്മലിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തിരുത്തുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, റിയാസ് മൊട്ടയടിക്കണം എന്നാണ് പറഞ്ഞത്, ഞാൻ മൊട്ടയൊന്നും അടിക്കില്ല എന്ന് പറഞ്ഞ മട്ടിലേക്ക് കാര്യങ്ങളെത്തി. അതിനൊപ്പം ചേർക്കേണ്ടതാണ് ബിജു പ്രഭാകർ. IAS കാരുടെ കൂട്ടത്തിൽ റിട്ടയറായ ബിജു പ്രഭാകറിൻ്റെ കോൺഗ്രസ് പ്രേമം. ഏറ്റവും ഒടുവിൽ INTUC സംഘടന തന്നെ ഇമാതിരി ആൾക്കാർക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഭരണമാറ്റം ഉറപ്പായപ്പോൾ രാഷ്ട്രീയ കൗശലം കാണിക്കുന്ന IAS കാരെ മാറ്റി നിർത്തണം, നിലക്ക് നിർത്തണം, നമ്മളെ ഈ കാര്യത്തിൽ തിരിച്ചറിവ് ഉള്ളവരാകണം എന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത പിതൃസ്നേഹവും കോൺഗ്രസ് പ്രേമവുമായി ഇറങ്ങിയവരെ വരാന്തയിൽ പോലും കയറ്റാതിരിക്കാനുള്ള പക്വത കാണിക്കണം എന്ന് INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ സമ്മേളനത്തിൽ പ്രമേയം തന്നെ പാസ്സാക്കി കളഞ്ഞു. ഇങ്ങനെയുള്ള ബിജു പ്രഭാകരനെ പോലുള്ള ആളുകൾ ഭരണമാറ്റം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് റിട്ടയറായ ആളുകൾ ഒരു ഭാഗത്ത്, റിട്ടയർ ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഊഞ്ഞാലാടി കളിക്കുന്ന ജീവനക്കാരായ IAS കാർ മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ അധികാരം മാറും എന്ന് കണ്ടപ്പോൾ ഉന്നത സ്ഥാനങ്ങൾക്കായും മറ്റു പല ആവശ്യങ്ങൾക്കുമായും പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് തങ്ങളുടെ പാർട്ടി സ്നേഹം അല്ലെങ്കിൽ അവരുടെ എതിരാളി പാർട്ടിയോടുള്ള കലിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കൂറ് പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ INTUCയുടെ യങ് വർക്കേഴ്സ് പ്രമേയം തന്നെ പാസ്സാക്കിയത്. ഇമാതിരി കക്ഷികളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം തന്നെ പാസ്സാക്കിയത്. ഈ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും ഒടുവിൽ 2 രാത്രി മാത്രം ശേഷിക്കെ 4-ാം തീയതി റിസൾട്ട് വരാനിരിക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ബാക്കി കളികൾ ഒരു ദിവസമാണെങ്കിൽ പോലും സംഭവബഹുലമാണ് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ തന്നെ. നന്ദി, നമസ്കാരം.